എൻ്റെ അന്തരാത്മാവിലേക്കൊഴുകിയിറങ്ങിയ ദൈവകരുണ. പോളണ്ട്, എൻ്റെ പ്രിയപ്പെട്ട മാതൃരാജ്യം, ഞാൻ എത്രമാത്രം പരിത്യാഗങ്ങളും പ്രാർത്ഥനകളും നിനക്ക് വേണ്ടി ദൈവത്തിന് സമർപ്പിക്കുന്നുവെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ. എന്നാൽ ജാഗ്രതയോടെ ഇരിക്കുക. നിന്നെ ഉയർത്തുകയും പ്രത്യേക വിധത്തിൽ വേർതിരിക്കുകയും ചെയ്ത ദൈവത്തിന് മഹത്വം നൽകുക. നന്ദിയുള്ളവളായിരിക്കുക. മറ്റുള്ളവരുടെ സഹനം കാണുമ്പോൾ ഞാൻ വളരെ വേദന സഹിക്കുന്നു. എല്ലാ സഹനങ്ങളും എൻ്റെ ഹൃദയത്തിൽ പ്രതിഫലിക്കുന്നു. ശാരീരികമായി ക്ഷീണിപ്പിക്കുന്ന വിധത്തിൽ അവരുടെ പീഡകൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ വഹിക്കുന്നു. തൻ്റെ സഹോദരർക്ക് ആശ്വാസം ലഭിക്കാൻ വേണ്ടി എല്ലാ വേദനകളും എന്നിൽ പതിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ദൈവമേ, വലിയ പീഡകളുടെ നടുവിലും എൻ്റെ ദൃഷ്ടി അങ്ങയിൽ ഉറപ്പിച്ചിരിക്കുന്നു. തലയ്ക്ക് മുകളിൽ വലിയ കൊടുങ്കാറ്റിരമ്പിയാലും സൂര്യൻ അണഞ്ഞു പോയിട്ടില്ലെന്ന് ഞാൻ അറിയുന്നു. സൃഷ്ടികളുടെ വഞ്ചനയെക്കുറിച്ച് ഞാൻ വിസ്മയിക്കുകയില്ല. അവയെല്ലാം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവയെ സ്വീകരിക്കുന്നു. എൻ്റെ അധരങ്ങൾ നിശബ്ദമാണ്, കാതുകൾ നിന്ദനം കേട്ട് ചെകിടിച്ചിരിക്കുന്നു. ഏറ്റവും വലിയ സഹനത്തിൻ്റെ നടുവിലും ഹൃദയം മൗനം പാലിക്കാൻ പരിശ്രമിക്കുന്നു. അങ്ങയുടെ നാമത്തിൻ്റെ പരിച കൊണ്ട് എല്ലാ ആക്രമണങ്ങളിൽ നിന്നും ഞാൻ എന്നെ സംരക്ഷിക്കുന്നു. എൻ്റെ മുഴുവൻ ആത്മാവിലും ഈ തിരുനാളിനു വേണ്ടിയുള്ള തീവ്രമായ അഭിലാഷം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. തിരുനാളിൻ്റെ കാര്യങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകാൻ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് ആശ്വാസം ലഭിക്കുന്നു. ഈ തിരുനാളിൻ്റെ പ്രഖ്യാപനത്തിനായി അപേക്ഷിക്കാൻ വെളിച്ചവും പ്രേരണയും ചില പ്രത്യേക വൈദികർക്ക് ദൈവം പ്രദാനം ചെയ്യാനും ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധ പിതാവിന് ഇക്കാര്യത്തെക്കുറിച്ച് സമഗ്രമായി പ്രചോദനം നൽകാനും നിയോഗം വച്ചുകൊണ്ട് ഞാനൊരു നവനാൾ ആരംഭിച്ചു. ദിവ്യകാരുണ്യ സന്നിധിയിൽ 1 മണിക്കൂർ ആരാധിക്കുക എന്നതായിരുന്നു നൊവേന. ഈ തിരുനാൾ എത്രയും വേഗം നടപ്പിലാക്കാനും ഇക്കാര്യത്തെ സംബന്ധിച്ച് ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കാനും ഞാൻ ദൈവത്തോട് കേണപേക്ഷിച്ചു. മാർച്ച് 23, 1937. ഇന്ന് നവനാളിൻ്റെ 7-ാം ദിവസമായിരുന്നു. അഗ്രാഹ്യമായ വലിയൊരു കൃപ എനിക്ക് ലഭിച്ചു. ഈ പ്രൗഢമായ തിരുനാൾ ആഘോഷത്തിൽ എൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്ന് കരുണാകരനായ ഈശോ എന്നോട് വാഗ്ദാനം ചെയ്തു. ഇന്ന് 23-ാം തീയതി, അതായത് വിശുദ്ധ വാരത്തിലെ ചൊവ്വാഴ്ച. കർത്താവ് എന്നിൽ വളരെ കൃപകൾ വർഷിച്ച ദിവസമായിരുന്നു. പെട്ടെന്ന് ദൈവസാന്നിധ്യം എന്നെ വലയം ചെയ്തു. ഞാൻ പെട്ടെന്ന് റോമിലെ പരിശുദ്ധ പിതാവിൻ്റെ ചാപ്പലിൽ നിൽക്കുന്നതായി കണ്ടു. അതേസമയം ഞാൻ ഞങ്ങളുടെ ചാപ്പലിൽ ഉണ്ടായിരുന്നു. പരിശുദ്ധ പിതാവിൻ്റെയും തിരുസഭ മുഴുവൻ്റെയും ആഘോഷം ഞങ്ങളുടെ ചാപ്പലുമായും പ്രത്യേക വിധത്തിൽ ഞങ്ങളുടെ സന്യാസ സമൂഹവുമായും വളരെ ബന്ധപ്പെട്ടിരുന്നു. ഒരേ സമയം ഇവിടെയും റോമിലും ഈ ഭക്തിസാന്ദ്രമായ ആഘോഷത്തിൽ ഞാൻ പങ്കെടുത്തു. കാരണം ഈ ആഘോഷം റോമുമായി വളരെ ബന്ധപ്പെട്ടിരുന്നു. ഞാനിത് എഴുതുമ്പോഴും രണ്ടും തമ്മിലുള്ള വ്യത്യാസം വിവേചിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിലും കണ്ട രീതിയിൽ എഴുതുകയാണ്. ഞങ്ങളുടെ ചാപ്പലിൽ മുകളിലുള്ള അൾത്താരയിൽ വച്ചിരുന്ന അരുളിക്കയിൽ കർത്താവീശോയെ ഞാൻ കണ്ടു. ഒരു തിരുനാളിനു വേണ്ടി ചാപ്പൽ അലങ്കരിച്ചിരുന്നു. ആ ദിവസം ആഗ്രഹിക്കുന്നവർക്കെല്ലാം വരാൻ അനുവാദം നൽകിയിരുന്നു. ജനക്കൂട്ടം വളരെ വലുതായിരുന്നതിനാൽ ഒറ്റ നോട്ടത്തിൽ എല്ലാം കാണുവാൻ സാധ്യമല്ലായിരുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടെ ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. വളരെ പേർക്ക് അവർ ആഗ്രഹിച്ചത് ലഭിക്കുകയും ചെയ്തു. റോമിൽ മനോഹരമായ ഒരു ദേവാലയത്തിൽ ഈ ആഘോഷം തന്നെ നടന്നുകൊണ്ടിരുന്നു. പരിശുദ്ധ പിതാവ് എല്ലാ പുരോഹിതരോടും കൂടി ഈ തിരുനാൾ ആഘോഷിക്കുകയായിരുന്നു. പെട്ടെന്ന് അൾത്താരയ്ക്കും പരിശുദ്ധ പിതാവിനും മധ്യേ വിശുദ്ധ പത്രോസിനെ ഞാൻ കണ്ടു. വിശുദ്ധ പത്രോസ് പറഞ്ഞതെന്തെന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പരിശുദ്ധ പിതാവിന് അദ്ദേഹത്തിൻ്റെ സംസാരം മനസ്സിലായെന്ന് ഞാൻ കണ്ടു. പിന്നീട് എനിക്ക് പരിചയമില്ലാത്ത ചില പുരോഹിതന്മാർ എന്നെ പരിശോധിക്കാനും എളിമപ്പെടുത്താനും തുടങ്ങി. അതായത് ഞാൻ എഴുതിയ കാര്യങ്ങൾ. എന്നാൽ ഈശോ തന്നെ എന്നെ ന്യായീകരിക്കുന്നതും അവർക്ക് അറിഞ്ഞുകൂടാത്തതെല്ലാം മനസ്സിലാക്കി കൊടുക്കുന്നതും ഞാൻ കണ്ടു. അപ്പോൾ പെട്ടെന്ന് ചിത്രത്തിൽ പെയിൻറ് ചെയ്തിരിക്കുന്നത് പോലെ 2 രശ്മികൾ തിരുവോസ്തിയിൽ നിന്ന് ഉത്ഭവിച്ച് ലോകം മുഴുവനും വ്യാപിക്കുന്നതായി ഞാൻ കണ്ടു. അത് ഒരു നിമിഷത്തേക്ക് മാത്രം നീണ്ടുനിന്നു. എന്നാൽ അത് ദിവസം മുഴുവൻ നീണ്ടുനിന്നതായി എനിക്ക് തോന്നി. ദിവസം മുഴുവനും ഞങ്ങളുടെ ചാപ്പൽ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിയുകയും സന്തോഷം കൊണ്ട് നിറയുകയും ചെയ്തിരുന്നു. പെട്ടെന്ന് ജീവിക്കുന്ന കർത്താവീശോയെ ചിത്രത്തിൽ വരച്ചിരിക്കുന്ന രൂപത്തിൽ അൾത്താരയെ ഞാൻ കണ്ടു. എന്നിട്ട് ഞാൻ അവിടുത്തെ കണ്ട പോലെ എല്ലാ സിസ്റ്റേഴ്സിനും മറ്റെല്ലാ ജനങ്ങളും കർത്താവീശോയെ കണ്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. വളരെ അനുകമ്പയോടും സന്തോഷത്തോടും കൂടി ഈശോ പരിശുദ്ധ പിതാവിനെ നോക്കി. ചില വൈദികരെയും പുരോഹിത ഗണത്തെ മുഴുവനെയും ജനസമൂഹത്തെയും ഞങ്ങളുടെ സഭാ സമൂഹത്തെയും അതുപോലെ തന്നെ കടാക്ഷിച്ചു. തുടർന്ന് ഒറ്റ നിമിഷത്തിനുള്ളിൽ ഞാൻ ഈശോയുടെ സമീപത്ത് നിർത്തപ്പെട്ടു. അൾത്താരയിൽ ഈശോനാഥൻ്റെ അടുത്ത് ഞാൻ നിന്നു.
ചിന്തിക്കാനോ എഴുതി അറിയിക്കാനോ സാധ്യമല്ലാത്ത വലിയ സന്തോഷത്താലും പരിപൂർണമായ സമാധാനത്താലും സ്വാന്തനത്താലും എൻ്റെ ആത്മാവ് നിറഞ്ഞു. ഈശോ എൻ്റെ നേരെ കുനിഞ്ഞ് അതീവ സ്നേഹവായ്പോടെ ചോദിച്ചു, എൻ്റെ മകളെ, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ മറുപടി പറഞ്ഞു, അങ്ങയുടെ കരുണയ്ക്ക് മഹത്വവും ആരാധനയും ലഭിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ തിരുനാളിൻ്റെ സ്ഥാപനത്തോടെയും ആഘോഷത്തോടെയും ഇപ്പോൾ തന്നെ എനിക്ക് ആരാധന ലഭിക്കുന്നുണ്ടല്ലോ. വേറെ എന്താണ് നീ ആഗ്രഹിക്കുന്നത്? ഞാൻ അപ്പോൾ ദൈവകരുണയെ ആരാധിക്കുന്ന വലിയ ജനക്കൂട്ടത്തെ നോക്കിക്കൊണ്ട് കർത്താവിനോട് പറഞ്ഞു, ഈശോയെ, അങ്ങയെ മഹത്വപ്പെടുത്താനും അങ്ങേ അനന്തമായ കരുണയെ പുകഴ്ത്താനും സമ്മേളിച്ചിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുന്ന് കൈ ഉയർത്തി കുരിശടയാളം വരച്ചപ്പോൾ മിന്നൽ പിണർ പോലെ ആ അനുഗ്രഹം ആത്മാക്കളിൽ പ്രതിഫലിച്ചു. എൻ്റെ ആത്മാവ് അവിടുത്തെ സ്നേഹത്താൽ പൂർണ്ണമായി ആവൃതമായി, ദൈവത്തിൽ പൂർണ്ണമായും ലയിച്ച് അപ്രത്യക്ഷമായെന്ന് എനിക്ക് തോന്നി. വീണ്ടും പരിസരബോധമുണ്ടായപ്പോൾ പരിപൂർണമായ സമാധാനത്താൽ എൻ്റെ ആത്മാവ് നിറഞ്ഞു കവിഞ്ഞിരുന്നു. പല കാര്യങ്ങളെയും കുറിച്ച് മുമ്പ് എനിക്ക് ലഭിച്ചിട്ടില്ലാത്ത അതിസ്വാഭാവികമായ അറിവ് എൻ്റെ ബുദ്ധിയിലേക്ക് പകർന്നു കിട്ടിയിരുന്നു. എല്ലാവരെക്കാളും ഞാൻ ഏറ്റവും നിസ്സാരയാണെങ്കിലും വളരെ സന്തോഷവതിയാണ്. ദൈവം എനിക്ക് തന്നതൊന്നും ഞാൻ മാറ്റുന്നതല്ല. ദൈവം തന്നെ എനിക്ക് തന്ന അവിടുത്തെക്കുറിച്ചുള്ള ആന്തരികമായ അറിവിനെ സംബന്ധിച്ച് ഒരു സെറാഫും മാലാഖയുമായി പോലും സ്ഥാനം കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിനെക്കുറിച്ച് ഉള്ള, പ്രത്യേകിച്ച് എന്നെ ആവരണം ചെയ്യുന്ന അവിടുത്തെ കരുണയെക്കുറിച്ചുള്ള എൻ്റെ ആഴമായ അറിവ് ഒരു സൃഷ്ടിക്കും മനസ്സിലാക്കാൻ സാധ്യമല്ല. അങ്ങ് എനിക്ക് തരുന്നതുകൊണ്ട് ഞാൻ സന്തോഷവതിയാണ്. മാർച്ച് 24, 1937. വിശുദ്ധ വാരത്തിലെ ബുധൻ. എൻ്റെ ഹൃദയം ദൈവത്തിനായി ഉത്കടമായി ദാഹിക്കുന്നു. അവിടുത്തോടൊന്നായി തീരാൻ ഞാൻ ആശിക്കുന്നു. അവ്യക്തമായ ഭയം എൻ്റെ ആത്മാവിനെ വ്രണീതമാക്കുന്നുണ്ടെങ്കിലും സ്നേഹാഗ്നിയാൽ എൻ്റെ ഹൃദയം ജ്വലിക്കുന്നു. സ്നേഹവും സഹനവും എൻ്റെ ഹൃദയത്തിൽ ഐക്യപ്പെട്ടിരിക്കുന്നു. എൻ്റെ ശരീരത്തിൽ വലിയ സഹനം അനുഭവിക്കുന്നുണ്ടെങ്കിലും കർത്താവ് എന്നെ പിന്തുണയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് സഹിക്കാൻ എനിക്ക് പറ്റുമായിരുന്നില്ല. ഓ എൻ്റെ ഈശോയെ, സഭ മുഴുവനും വേണ്ടി ഞാൻ അങ്ങയോട് യാചിക്കുന്നു. സ്നേഹവും അങ്ങയുടെ രൂപിയുടെ വെളിച്ചവും പ്രദാനം ചെയ്യണമേ. ഓ നാഥ, കഠിനഹൃദയരെ മാനസാന്തരപ്പെടുത്തി അങ്ങയിലേക്ക് അടുപ്പിക്കാൻ വൈദികരുടെ വചനങ്ങൾക്ക് ശക്തി നൽകണമേ. കർത്താവെ, വിശുദ്ധരായ വൈദികരെ ഞങ്ങൾക്ക് നൽകണമേ. അവരെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണമേ. ഓ പരിശുദ്ധനായ പ്രധാന പുരോഹിത, അങ്ങയുടെ കരുണയുടെ ശക്തി എല്ലാ സ്ഥലത്തും അവരെ അനുധാവനം ചെയ്യട്ടെ. പുരോഹിതരുടെ ആത്മാക്കൾക്ക് വേണ്ടി നിരന്തരം ഒരുക്കിയിരിക്കുന്ന പിശാചിൻ്റെ കുടിലതന്ത്രങ്ങളിൽ നിന്നും കെണികളിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ. ഓ കർത്താവെ, അങ്ങയുടെ കരുണയുടെ ശക്തിയാൽ പുരോഹിതരുടെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്നവയെല്ലാം തകർന്ന് തരിപ്പണമാകട്ടെ. അങ്ങേക്കെല്ലാം സാധ്യമാണല്ലോ. മാർച്ച് 25, 1937. പെസഹ വ്യാഴം. വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഞാൻ കർത്താവിനെ കണ്ടു. അവിടുന്ന് എന്നോട് പറഞ്ഞു, നിന്റെ ശിരസ് എൻ്റെ മാറിൽ ചാരി വിശ്രമിക്കുക. കർത്താവ് എന്നെ അവിടുത്തെ ഹൃദയത്തോട് ചേർത്തണച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പീഡാസഹനത്തിൻ്റെ ചെറിയൊരു പങ്ക് ഞാൻ നിനക്ക് തരാം. ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക. ആശ്വാസം അന്വേഷിക്കേണ്ട. എൻ്റെ തിരുമനസ്സിന് കീഴ്പ്പെട്ടുകൊണ്ട് എല്ലാം സ്വീകരിക്കുക. ഈശോ എൻ്റെ അടുക്കൽ നിന്ന് പോയപ്പോൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള വലിയ വേദനയാൽ എൻ്റെ ആത്മാവ് നിറഞ്ഞു. ശാരീരിക ബലം നഷ്ടപ്പെട്ടു. ഉടനെ തന്നെ ഞാൻ ചാപ്പൽ വിട്ട് കിടക്കാൻ പോയി. എനിക്ക് പരിസരബോധം നഷ്ടപ്പെട്ടു. കർത്താവിന് വേണ്ടിയുള്ള അഭിവാജ്ഞയാൽ എൻ്റെ ആത്മാവ് നിറഞ്ഞു. അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ വേദനകളെല്ലാം എന്നിലേക്ക് പകർന്നു തന്നിരുന്നു. ഇത് 3 മണിക്കൂർ നീണ്ടു നിന്നു. ചുറ്റുമുള്ളവരുടെ ദൃഷ്ടിയിൽ നിന്ന് എന്നെ മറയ്ക്കണമേ എന്ന് ഞാൻ കർത്താവിനോട് ആവശ്യപ്പെട്ടു. ആഗ്രഹിച്ചെങ്കിലും സന്ധ്യ വരെ യാതൊരു ഭക്ഷണവും കഴിക്കാൻ എനിക്ക് സാധിച്ചില്ല. ഈശോയോടുകൂടി രാത്രി മുഴുവനും ഇരുണ്ട തടവറയിൽ കഴിയാൻ ഞാൻ തീക്ഷ്ണമായി ആഗ്രഹിച്ചു. 11 മണി വരെ പ്രാർത്ഥിച്ചു. 11 മണിക്ക് കർത്താവ് പറഞ്ഞു, കിടന്നുറങ്ങി വിശ്രമിക്കുക. രാത്രി മുഴുവൻ ഞാൻ സഹിച്ചത് 3 മണിക്കൂർ കൊണ്ട് നീ അനുഭവിക്കുവാൻ ഞാൻ അനുവദിച്ചു. ഉടനെ തന്നെ ഞാൻ കിടക്കാൻ പോയി. എനിക്ക് ശാരീരിക ബലമില്ലായിരുന്നു. സഹനം മൂലം അത് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. ഈ സമയമെല്ലാം ഞാൻ ഒരുതരം മയക്കത്തിലായിരുന്നു. ഈശോയുടെ ഹൃദയത്തിൻ്റെ ഓരോ തുടിപ്പും എൻ്റെ ഹൃദയത്തിൽ പ്രതിഫലിച്ച് ആത്മാവിനെ വ്രണപ്പെടുത്തിയിരുന്നു.
ഈ പീഡനങ്ങളെല്ലാം എന്നെ സംബന്ധിച്ച് മാത്രമായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് സഹിച്ചാൽ മതിയായിരുന്നു. എന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്നേഹിക്കുന്ന അങ്ങയുടെ സഹനങ്ങളെ കാണുകയും അവിടുത്തേക്ക് എന്തെങ്കിലും ആശ്വാസം നൽകാൻ കഴിയാതിരിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ഹൃദയം സ്നേഹത്താലും ദുഃഖത്താലും ഉരുകിപ്പോയി. അവിടുത്തോടു കൂടി ഞാൻ മരിക്കുകയായിരുന്നു. എന്നാൽ എനിക്ക് മരിക്കാൻ സാധിച്ചില്ല. ഈ ലോകത്തിലെ എല്ലാ സുഖസന്തോഷങ്ങളുമായി ഒരു രക്തസാക്ഷിത്വത്തെ വച്ചുമാറാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ഈ സഹനത്തിനനുസരണമായി എൻ്റെ സ്നേഹം അളവില്ലാതെ വർദ്ധിച്ചു. അവിടുത്തെ അനന്തശക്തിയാൽ കർത്താവ് എന്നെ പിന്താങ്ങുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു. അല്ലെങ്കിൽ ഒരു നിമിഷ നേരത്തേക്ക് പോലും എനിക്കത് സഹിക്കാൻ സാധ്യമായിരുന്നില്ല. ഒരു പ്രത്യേക വിധത്തിൽ എല്ലാ തരത്തിലുള്ള പീഡനങ്ങളും അവിടുത്തോടു കൂടി ഞാൻ സഹിച്ചു. ഈശോ സഹിച്ചതിനെക്കുറിച്ച് ഇപ്പോഴും ലോകത്തിന് കാര്യമായ അറിവില്ല. ഗെത്സമേൻ തോട്ടത്തിൽ ഞാൻ അവിടുത്തെ അനുഗമിച്ചു. അവിടുത്തോടു കൂടി തടവറയിൽ കഴിഞ്ഞു. ന്യായാധിപന്മാരുടെ മുമ്പിൽ നിന്നു. എല്ലാ പീഡനങ്ങളും അവിടുത്തോടു കൂടി സഹിച്ചു. അവിടുത്തെ ഒരു ചെറിയ ചലനമോ നോട്ടമോ എൻ്റെ ശ്രദ്ധയിൽപ്പെടാതിരുന്നില്ല. ആത്മാക്കളോടുള്ള അവിടുത്തെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും സർവ്വശക്തി ഞാൻ മനസ്സിലാക്കി.